ഹായ്, ഞാൻ ഡോക്ടർ ഷീജ. ഇന്ന് നമുക്ക് പനിയെക്കുറിച്ച് അറിയാം. പനി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊരു ഇൻഫെക്ഷൻ വന്നാലും പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നു, അത് പനിയായിട്ട് മാറുന്നു. നമ്മുടെ ശാസ്ത്രത്തിൽ, അതായത് ആയുർവേദ ശാസ്ത്രത്തിൽ രോഗങ്ങളുടെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ജ്വരത്തിനെ കുറിച്ചാണ്. ജ്വരത്തിൻ്റെ നിദാനം, ചികിത്സ എല്ലാം ജ്വരത്തിലാണ് തുടങ്ങുന്നത്. വേറൊരു രോഗവും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം തന്നെ ഇതാണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പനി വരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കി തരും. അതായത് കരിപ്പെട്ടി, പിന്നെ തുളസി ഇല, പനിക്കൂർക്കയുടെ ഇല, ചുക്ക്, കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു കഷായം പോലെ ആക്കി തരുന്നു. അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് വിയർത്തിട്ട് പനി മാറുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ പനിയാണെങ്കിൽ അങ്ങനെ മാറത്തുള്ളൂ. പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ മരുന്നെന്ന് പറയുമ്പോഴത്തേക്കും അമൃതോത്തരം കഷായം, ദശമൂലകടുത്രയം കഷായം, ഗുളിച്യാദി കഷായം, ഇന്ദുകാന്തം, ദ്രാക്ഷാദി, അങ്ങനെ നമുക്ക് പനിക്ക് കൊടുക്കാനായിട്ട് ഒത്തിരി കഷായങ്ങളുണ്ട്. ഗുളികകളും അതുപോലെ തന്നെ വെട്ടുമാറൻ, സുദർശനം, സൂര്യപ്രഭ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഏതിനം പനിയാണ്, എന്തുകൊണ്ട് പനി വന്നു, അതിനനുസരിച്ചിട്ടുള്ള മരുന്നാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സാധാരണ പനിയാണെങ്കിൽ നമുക്ക് അമൃതാരിഷ്ടവും വെട്ടുമാറൻ ഗുളികയും കഴിച്ചു കഴിഞ്ഞാൽ മാറുന്നുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന പനിക്ക് ഗോപിചന്ദനാദി, ഗോരോചനാദി, വെട്ടുമാറൻ ഈ ഗുളികകളൊക്കെ തേനിലോ ഇഞ്ചി നീരിലോ അതിന് യോജിച്ചതിന് ചേർത്ത് കൊടുക്കണം. ഇത്രയാണ് പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. താങ്ക് യു.